എൻ ശ്രീകുമാർ ചേരുന്നു, രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീകുമാർ, കോൺഗ്രസിനകത്ത് ഈ വിഷയത്തിൽ ഇത്രയധികം അതൃപ്തി പുകയാനുള്ള കാരണം എന്താണ്? ACCക്ക് ഒരു വിഭാഗം നേതാക്കൾ പരാതി നൽകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സുധാകരന്റെ പ്രസ്താവനയിലൂടെ ഇന്നിപ്പോൾ VD സതീശൻ അത് തിരുത്തി സംസാരിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ നിലപാട് അതല്ല, ഇതാണ് എന്ന് പറയേണ്ട സാഹചര്യം എന്തുകൊണ്ടുണ്ടാവുന്നു? ഇതില് നമ്മളൊരു എന്തെങ്കിലും പറയുമ്പോൾ അതിലെല്ലാ രാഷ്ട്രീയം കാണരുത്. സർവകലാശാല രംഗത്ത് ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർ എടുത്ത ചില നടപടികളെ പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട്. അതിലൊരു രാഷ്ട്രീയം കാണുന്നില്ല. ആ അംഗീകരിച്ചയുടെ കൂട്ടത്തില് ഇടതുപക്ഷ ചിന്താഗതിയുള്ള അധ്യാപകരും വിദ്യാഭ്യാസ വിചക്ഷണരും ഉണ്ട്. സർവകലാശാലകളെ എങ്ങനെയാണ് രാഷ്ട്രീയവൽക്കരിച്ചതെന്ന് CPM ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം CPM ആണ് സർവകലാശാലകളെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയവൽക്കരിച്ചത്. ഇവിടെ ഇപ്പോൾ ഗവർണർക്ക് ചാൻസലർ എന്ന അധികാരം പൂർണ്ണമായി പ്രയോഗിക്കാം എന്ന ഒരു നടപടിയിലേക്ക് എത്തിച്ചതാരാണ്? CPM അല്ലേ? അപ്പൊ സുപ്രീം കോടതി അദ്ദേഹത്തിന് കൊടുത്ത അധികാരം ഉപയോഗിച്ച് അദ്ദേഹം മിടുക്കന്മാരായ ആളുകളെ സെനറ്റിലേക്ക് നിയമിക്കുന്നു. അതിൽ കോൺഗ്രസ്സുകാരുണ്ടാകാം, CPM ഉണ്ടാകാം, BJP ഉണ്ടാകാം, എല്ലാവരും ഉണ്ടാകാം. പക്ഷെ അതുകൊണ്ട് മാത്രം അതിലൊരു BJP സംഘപരിവാർ അനുകൂലം എന്ന രീതിയിൽ കാണാൻ പാടില്ല. കാരണം പിൻവാതിൽ നിയമനങ്ങൾ CPM നേതാക്കളുടെ ബന്ധുക്കളുടെ ഭാര്യമാരുടെ ഒക്കെ അങ്ങനെ ഇരിക്കട്ടെ ശ്രീകുമാർ, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ഒരുമിച്ചൊരു നിലപാടെടുക്കുന്നില്ല? എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ടാകുന്നില്ല ഈ വിഷയത്തിൽ? ഇതിൽ അങ്ങനെ ഒരു നിലപാടിന്റെ ആവശ്യമില്ല. ഇത് ഗവർണറുടെ ഒരു വിവേചനാധികാരം ഉപയോഗിച്ച് അദ്ദേഹം ചിന്തയെ നിയമിക്കുന്നു. എന്തുകൊണ്ട് ഗവർണർ എന്ന ആള് BJPയുടെ പ്രതിപക്ഷം അല്ലാതാകുന്നില്ല? ഇത് ഗവർണറെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യേണ്ട കാര്യമല്ല. അക്കാഡമിക് തലത്തിൽ അല്ല, കൃത്യമായ രാഷ്ട്രീയ നിലപാട് താങ്കൾ തുടക്കത്തിലേ പറഞ്ഞു ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്ന്. പക്ഷേ സംഘപരിവാർ അനുകൂലികളെ കുത്തിക്കയറ്റുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വലിയ പ്രതിഷേധം നടക്കുമ്പോൾ അതിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാട് എടുക്കേണ്ടവരല്ലേ കോൺഗ്രസുകാർ? അല്ല, സംഘപരിവാർ അനുകൂലികൾ ഉണ്ട്, അതിൽ മുസ്ലിം ലീഗുകാരുണ്ട്, കോൺഗ്രസുകാരുണ്ട്, ഇനിയിപ്പോ CPMകാരും SFIക്കാരൊക്കെ അദ്ദേഹം നോമിനേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു രാഷ്ട്രീയമായിട്ട് ഞങ്ങളാണ് BJP എടുക്കുന്നതിലുള്ള പ്രശ്നം ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം ഇവിടെ ചരിത്രം വളച്ചൊടിക്കുന്നു, പാഠപുസ്തകങ്ങളിൽ എന്താണ് മാറ്റം വരുന്നത്, എന്തൊക്കെ തരത്തിൽ യൂണിവേഴ്സിറ്റികളിൽ ഇടപെടലുകൾ അവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. വളരെ നന്ദി ശ്രീകുമാർ പ്രതികരിച്ചതിന്.